വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലറ്റ്. നാളെ +1 ഇംഗ്ലീഷ് പരീക്ഷയാണ്. സോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ പാഠങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം, ഓരോ ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എത്രയും വേഗം പോയിട്ട് കാണാം. ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നിങ്ങൾ കാണേണ്ട ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് എല്ലാം ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. കുറേ തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ +1 ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് A+ വരെ വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കാണ്. ഇമാജിൻ ദാറ്റ് you are a tourist guide at the island of Kadavu. A group of foreign tourists visit the place. Introduce the ritual of turtle calling to them. ഇതെന്താണ് പറയുന്നത്? ഒരു ടൂറിസ്റ്റ് ഗൈഡ്, നിങ്ങൾ ഒരു കാടാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. കാടാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ കുറച്ച് ഫോറിൻ ടൂറിസ്റ്റ് വന്നാൽ അവർക്ക് നിങ്ങൾക്ക് എങ്ങനെ അവിടുത്തെ ആ റിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരം, അവിടെ നടക്കുന്ന ആ ചടങ്ങ് നിങ്ങൾക്ക് എങ്ങനെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാം. സോ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് നിങ്ങൾ എങ്ങനെ ആ സ്ഥലത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ആ ഒരു ചാപ്റ്റർ എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം അല്ലേ. അവിടെ നടക്കുന്ന കാര്യങ്ങളുണ്ട്, എന്താണ് കാടാവ് എന്ന് പറയുന്ന ആ ഒരു ഐലാൻഡ്സിനെ കുറിച്ചെല്ലാം ഇതിൽ കടന്നു വരും. സോ നമ്മളെപ്പോഴും ടൂറിസ്റ്റ് ഗൈഡ് എല്ലാവരെയും വെൽക്കം ചെയ്ത് തുടങ്ങാം. സോ ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം യു ടു ദിസ് വണ്ടർഫുൾ ആൻഡ് അമേസിംഗ് ഐലാൻഡ് ഓഫ് കാടാവ്. എല്ലാവരും വെൽക്കം ചെയ്യുക. ദ ഐലാൻഡ് യു സീ നൗ ബിലോങ്സ് ടു നമുവാന വില്ലേജ്, ഫേമസ് ഫോർ റിച്വൽ ഓഫ് ടേർട്ടിൽ കോളിംഗ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്തെന്ന് ടേർട്ടിൽ കോളിങ്ങിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഐലാൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നമുവാന എന്ന് പറഞ്ഞ വില്ലേജ് ആണെന്ന് പറയാം. ദ ഐലാൻഡ് യു സീ, നിങ്ങളിപ്പോൾ കാണുന്ന ഐലാൻഡ് എവിടുത്തെയാണ്? നമുവാന എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അവിടുത്തെ റിച്വലാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ റിച്വൽ? ടേർട്ടിൽ കോളിംഗ്. ദ വുമൺ ഓഫ് നമുവാന വില്ലേജ് വിൽ ബി ഓൺ ദ സ്ട്രേഞ്ച് ചാൻറ്റ്. അവിടുത്തെ എല്ലാ വിമൻസും അവരൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ചാൻറ്റ്, ഒരു മന്ത്രം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആൻഡ് യു വിൽ ബി സ്റ്റണ്ട് ടു സീ ദ സ്ട്രേഞ്ച് ജയൻറ്റ് ടേർട്ടിൽസ്. അപ്പോൾ നിങ്ങൾ വളരെ ഷോക്കാവും. സ്റ്റണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ആകാംക്ഷയോട് കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? യു ക്യാൻ സീ ദാറ്റ് സ്ട്രേഞ്ച് ജയൻറ്റ് ടേർട്ടിൽസ്, വലിയ വലിയ ആമകൾ, സ്ട്രേഞ്ച് ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വലിയ ഭീകരമായിട്ടുള്ള ആമകൾ റൈസ് അപ്പ് ടു ദ സർഫസിലേക്ക് അങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇഫ് യു വാണ്ട് ടു സീ ഇറ്റ് ക്ലിയർലി, നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലൈം ദാറ്റ് റോക്ക്. നിങ്ങൾക്ക് ആ റോക്കിലേക്ക് കയറിയാൽ മതി. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ആ റോക്കിൻ്റെ മുകളിലേക്ക് കയറി നിന്നോളൂ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ആപ്റ്റ് ടൈം ടു നറേറ്റ് ദ സ്ട്രേഞ്ച് സ്റ്റോറി. ഇപ്പോൾ നമുക്കിത് അത് കാണാം. വളരെ ആപ്റ്റ് ആയിട്ടുള്ള സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കഥ പറഞ്ഞു തരുന്നത്. സോ ഇവിടുത്തെ ഒരു ചടങ്ങ് നമ്മൾ കാണാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ദർ വർ 2 ബ്യൂട്ടിഫുൾ വുമൻസ് ഇൻ ദ വില്ലേജ് കോൾഡ് നമുവാന ആൻഡ് ടിനേക്കോബർഗ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചടങ്ങ് അവർ ചെയ്യുന്നത്? അവിടെ ഒരു പിന്നിലൊരു കഥയുണ്ട്. ദർ ഈസ് എ സ്ട്രേഞ്ച് സ്റ്റോറി. ഇങ്ങനൊരു ചടങ്ങ് ഇപ്പോൾ അവിടെ ചെയ്യാൻ കാരണം, ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലുന്നു, ആമകൾ മുകളിലേക്ക് വരുന്നു. അതിന് കാരണം എന്താണ്? ദർ വർ 2 ബ്യൂട്ടിഫുൾ വുമൻസ് ഇൻ ദ വില്ലേജ് കോൾഡ് നമുവാന ടിനേക്കോബർഗ, ദ വൈഫ് ഓഫ് വില്ലേജ് ചീഫ് ആൻഡ് ഹെർ ഡോട്ടർ റൊഡാലിസ്. അതായത് പണ്ട്, ഇതാണ് ആ ചരിത്രം, ടിനേക്കോബർഗ എന്ന് പറയുന്ന അവിടുത്തെ ചീഫിൻ്റെ, ആ വില്ലേജിൻ്റെ ചീഫിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകൾ റൊഡാലിസും. സോ ടിനേക്കോബർഗ ആൻഡ് റൊഡാലിസ്, ഇവർ രണ്ടുപേരെയും ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ചടങ്ങ് ഇപ്പോൾ ചെയ്യുന്നത്. ദേ വേർ ഫിഷിംഗ് ഇൻ ദ സീ, അവർ കടലിൽ മീൻ പിടിക്കുകയായിരുന്നു. ദേ വേർ സോ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ്, വളരെ ആ ഫിഷിങ്ങിൽ ഒരു ആഴത്തിൽ ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ദേ ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്റ്റെൽത്തി അപ്രോച്ച് ഓഫ് ഗ്രേറ്റ് വാർ കാനോ ദ ഫിൽഡ് വിത്ത് ഫിഷർമാൻ. ആ സമയത്താണ് ഇവർ ശ്രദ്ധിച്ചില്ല, തൊട്ടടുത്തുള്ള വില്ലേജിൽ നിന്നുള്ള കുറച്ച് ഫിഷർമാൻസ് അവരുടെ അടുത്തേക്ക് എത്തി. The fisherman leapt for their canoe and seized the woman. ആ രണ്ട് വുമൻസിനെയും കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വഞ്ചിയുടെ ഉള്ളിലേക്ക് ഇടുന്നു. ബൗണ്ട് their hand feet with twine.
കയറുകൊണ്ട് അവരെ കയ്യും കണ്ണും ഒക്കെ കിട്ടുകയാണ്. വെൻ ദ സീ ഗോഡ് ഹേർഡ് ദെയർ ക്രൈ, അങ്ങനെ കടലിൻ്റെ ദൈവം, വെൻ ദ സീ ഗോഡ് കടലിലെ ദൈവം ഇവരെ കരച്ചിൽ കേൾക്കുന്നു. ദേ വർ കൈൻഡ് ഇനഫ് ടു മേക്ക് വൈൽഡ് സ്റ്റോം, വലിയൊരു സ്റ്റോം, വലിയൊരു കൊടുങ്കാറ്റും തിരമാല അവിടെ ഉണ്ടാവുന്നു. ആൻഡ് ഫ്രൈറ്റൻ ദ ഫിഷർമാൻ, ആ പിടിച്ചു കൊണ്ടുപോയ അബ്ഡക്റ്റ് ചെയ്യാന്നാണ് പറയുക, ആ ഫിഷർമാൻ, തൊട്ടടുത്ത വില്ലേജിലെ ഫിഷർമാനാണ് ഈ രണ്ട് ഭാര്യയെയും മകളെയും, അവിടുത്തെ ആ വില്ലേജിൻ്റെ ചീഫിൻ്റെ ഭാര്യയെയും മകളെയും പിടിച്ചു കൊണ്ടുപോകുന്നത്. സോ അവർ ഭയപ്പെടുന്നു. At this time the fisherman noticed that God had turned the woman into turtles. ആ സമയത്ത് ഈ വുമൻസിനെ ദൈവം ടേർട്ടിൽസ് ആക്കി മാറ്റി. Then they threw them into sea, അങ്ങനെ ഒരു കടലിലേക്ക് ചാടി അവർ രക്ഷപ്പെട്ടു. സോ ഇതാണ് അവിടുത്തെ വിശ്വാസം. അതായത് പണ്ട് അവർ നഷ്ടപ്പെട്ടു പോയ ഒരു രാജ്ഞിയും മകളും ആണ് ഇപ്പോൾ ആമകളായിട്ട് വരുന്നത്. അവരെ അന്ന് തൊട്ടടുത്ത ഫിഷർമാൻ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവരെ ടേർട്ടിൽസായി ആമകളായിട്ട് മാറി. അവരാണിപ്പോൾ ഇവർ ഈ മന്ത്രം ചൊല്ലുമ്പോൾ വരുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ ഇറ്റ് ഈസ് നൗ ബിലീവ് ദാറ്റ് ആൻസിസ്റ്റേഴ്സ് ഓഫ് ദീസ് 2 ടേർട്ടിൽസ്, ആ ആമകളുടെ ആൻസിസ്റ്റർ, അതായത് നമ്മൾ ആ നഷ്ടപ്പെട്ടു പോയ അവരുടെ രാജ്ഞിയും മകളും, അവരുടെ തലമുറകളാണ് ഇപ്പോൾ ഈ മുകളിലേക്ക് വരുന്നത്. ദേ ആർ കമ്മിങ് ടു ദ സർഫസ് ഓഫ് ദ സീ ടു സീ ദ പീപ്പിൾ ഓഫ് നമ്വാന. Oh my goodness, there you can see a Nabukalav village man appearing on the shore. ഇപ്പോൾ ഇതാ നോക്കിക്കോളൂ, നബുക്കളവ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ, തട്ടിക്കൊണ്ടുപോയ അവരെ വൈഫിനെയും ഡോട്ടറിനെയും അബ്ഡക്റ്റ് ചെയ്ത ഫിഷർമെൻസ് ഉള്ളത് നബുക്കളവ് വില്ലേജിലാണ്. നബുക്കളവ് വില്ലേജിൽ ആരെങ്കിലും ഈ കടൽ തീരത്തുണ്ടെങ്കിൽ ടേർട്ടിൽസ് ഒരിക്കലും വരില്ല എന്നാണ് വിശ്വാസം, വരുന്നില്ല. ദാറ്റ് മാൻ റിയലി റൂൺഡ് അവർ ബ്യൂട്ടിഫുൾ വ്യൂ. അപ്പോൾ പറയാണ്, നബുക്കളവ് വില്ലേജിലെ ഒരാൾ വന്നു, സോ നമുക്കിന്നത് കാണാൻ പറ്റില്ല, നമ്മുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ട്. ബൈ ദ ബൈ, യു ഹാവ് ടു ബി വെരി അലേർട്ട് to witness this strange ritual of turtle calling and hunting of these turtles are strictly prohibited. നമുക്ക് ഈ ടേർട്ടിൽസിനൊന്നും പിടിക്കാനായിട്ട് പറ്റില്ല, ഹണ്ട് ചെയ്യാൻ പറ്റില്ല, അത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എനിഹൗ, ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് റിച്വൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റിച്വൽ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഹിസ്റ്ററി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് ടൈം ടു ബി, നമുക്ക് ടൈമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ലാസ്റ്റ് ലൈൻ പോയിട്ടുണ്ട്. ഓക്കെ, സോ നൗ ഇറ്റ്സ് ടൈം ടു ബി ലെഫ്റ്റ് ഫ്രം ദിസ് പ്ലേസ് എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സോ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ആ ടേർട്ടിൽസ് കോളിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നന്നായിട്ട് 2-3 പ്രാവശ്യം നിങ്ങളിത് വായിക്കുക, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാം. ഇതല്ലെങ്കിൽ വേറെ ഏത് വന്നാൽ നിങ്ങൾക്ക് ആ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ലൈവ് TV റിപ്പോർട്ട് വന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ആ ടേർട്ടിൽ കോളിങ് ലൈവ് TV റിപ്പോർട്ട് ചോദിച്ചാലും ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ കാണാം, അങ്ങനെ കാണാം, ആ ഹിസ്റ്ററിയും നടന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ സെയിം കണ്ടന്റ് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ക്യാൻ ജഡ്ജ് എ മാൻസ് ട്രൂ ക്യാരക്ടർ ബൈ ദ വേ ഹി ട്രീറ്റ് ഹിസ് ഫെല്ലോ ബീയിങ്സ്. ഒരാൾ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്കൊരു മനുഷ്യൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാം. ഒരാൾ പറഞ്ഞ കാര്യമാണത്. യു ആർ മൂവ്ഡ് ബൈ ദ സ്റ്റോറി ഓഫ് ഹസൻ ദ സെറാങ്. യു വാണ്ട് ടു ടോക്ക് ഇൻ ദ സ്കൂൾ അസംബ്ലി അബൌട്ട് ഹിസ് ലവ്, kindness, concern for fellow beings and selflessness and expose hypocrites like Miss Job Smith. Prepare the script of the speech that you would deliver. ഇവിടെ എന്താണ്? സ്പീച്ചാണ്. ശ്രദ്ധിക്കുക, സ്പീച്ചാണ്. ആരെക്കുറിച്ചാണ്? ഹസൻ്റെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഹസൻ്റെ സ്വഭാവം, അവരെ കുറിച്ചിട്ടൊക്കെ നിങ്ങളൊരു സ്പീച്ച് പറയാൻ, മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഒരാളെ ക്യാരക്ടർ നിശ്ചയിക്കുക. അല്ലാതെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടുള്ള മിസ് ജോബ് സ്മിത്ത് എന്ന് പറയുന്നൊരു ക്യാരക്ടർ സെറാങ് ഓഫ് റാണാഗഞ്ചിയിൽ വരുന്നുണ്ട്. സോ ജോബ് സ്മിത്തിനെ പോലെയുള്ള ആൾക്കാരല്ല, അതിന് പകരം ഹസനെ പോലെയുള്ള വളരെ ലവ്വിങ് ആയിട്ടുള്ള, കൺസേൺ ആയിട്ടുള്ള, ബാക്കിയുള്ള ആൾക്കാരെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒന്നും ചിന്തിക്കാതെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു സ്പീച്ച് എഴുതാനാണ് നമ്മളെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്പീച്ചിലേക്ക് കിടക്കാം. സ്പീച്ചിൻ്റെ ഒക്കെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ആദ്യം റെസ്പെക്ട് ദ പ്രിൻസിപ്പൽ, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ലവിങ് ഫ്രണ്ട്സ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് മൈ പ്രിവിലേജ് ടു സ്റ്റാൻഡ് ബിഫോർ യു. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കുന്നു. ഓൺ ദിസ് ഡേ ടു ഷെയർ മൈ വ്യൂ പോയിൻറ്റ് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ക്യാരക്ടർ Hassan, the Serang in the story Serang of Ranaganji, written by Dr. A.J. Cronin. A.J. Cronin എഴുതിയിട്ടുള്ള
സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെ സെറാങ്ങിനെ കുറിച്ച് നന്നായി പഠിച്ച് എൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. വി ഓൾ ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി വേർ എവ്രി വൺ ഈസ് നോട്ട് ട്രീറ്റഡ് ഈക്വലി. നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എല്ലാവരെയും ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. എവ്രി വൺ ഈസ് നോട്ട് ട്രീറ്റഡ് ഈക്വലി ആൻഡ് മെനി ആർ ഡിസ്ക്രിമിനേറ്റഡ്. മിക്ക ആൾക്കാരും ഒരുപാട് വിവേചനങ്ങൾ, തൊടാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നുണ്ട് ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയൻ, ക്രീഡ്, കാസ്റ്റ് ആൻഡ് അതർ സോഷ്യൽ ടാബൂസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം, വർഗം, ക്രീഡ് എന്ന് പറഞ്ഞാൽ വർഗം, ജാതി, അങ്ങനെയുള്ള ബാക്കി ഒരുപാട് സമൂഹത്തിലെ പല അനീതികൾക്കും അത് പല മേഖലകളിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, വിവേചനങ്ങളുണ്ട്. ബട്ട് ഐ ആം ഷുവർ സച്ച് തോട്ട്സ് വുഡ് ഹാവ് നോ പ്ലേസ് ഇൻ അവർ മൈൻഡ്. അത്തരം തോട്ട്സുകൾക്കൊന്നും നമ്മളെ മനസ്സിൽ യാതൊരു സ്ഥാനം കൊടുക്കരുത്. അതെനിക്ക് മനസ്സിലായത് ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി ഹസൻ ദ സെറാൻ. ആ ഒരു കഥ വായിച്ചപ്പോഴാണ്. എന്നിട്ട് ഹസനിലേക്ക് കിടക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹസൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. ചിലപ്പോൾ ഇങ്ങനെയാവും ചോദിക്കുക, ഡയറക്റ്റ് ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം, ഹസനെ കുറിച്ച് പറയാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഹസൻ ഇൻ ദ സ്റ്റോറി വാസ് എ നോർമൽ പേഴ്സൺ. സാധാ ഒരു പേഴ്സണാണ്, ലൈക്ക് എനി വൺ എൽസ്. വേറെ ആരെപ്പോലെയും അദ്ദേഹം നോർമൽ പേഴ്സണാണ്. ബട്ട് ഹീസ് ട്രീറ്റഡ് ആസ് എൻ അഗ്ലി മാൻ ആൻഡ് വൾഗർ ക്രിയേച്ചർ ബൈ ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ ഷിപ്പ് ലൈക്ക് മിസ് ജോബ് സ്മിത്ത്. ഇത്രയും സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ജോബ് സ്മിത്തിനെ പോലെയുള്ള സോഷ്യൽ പ്രൊമോട്ടേഴ്സിനെ പോലെയുള്ള ഒരാളെ പോലെ അല്ല നമ്മൾ ഹസൻ എന്ന് പറയുന്നത്. പക്ഷേ ജോബ് സ്മിത്ത് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒരു അഗ്ലി ആൻഡ് വൾഗർ ക്രിയേച്ചറായിട്ടാണ് ജോബ് സ്മിത്ത് ഹസനെ കാണുന്നത്. അദ്ദേഹത്തെ കാണാൻ അതുപോലെയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ തല വലുതാണ്, കാല് ചെറുതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ അവർക്കൊരു അഗ്ലി ആൻഡ് വൾഗർ ആയിട്ട് തോന്നുന്നു. ഷീ മേക്ക് ഫൺ ഓഫ് ഹിം. ഒരുപാട് കളിയാക്കുന്നുണ്ട് ഹസനെ. വിതൗട്ട് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ആൻഡ് അതർ ഗുഡ് വെർച്യൂസ്. എല്ലാ ഗുഡ് വെർച്യൂ എന്ന് പറഞ്ഞാൽ നന്മകളോ അല്ലെങ്കിൽ ഹസൻ്റെ പൊട്ടൻഷ്യലോ കഴിവുകളോ ഒന്നും മനസ്സിലാക്കാതെ പുറമേയുള്ള ബുക്കിൻ്റെ കവറ് നോക്കി ഒരു ബുക്കിനെ വിലയിരുത്തരുത്. അതേപോലെ പുറമേയുള്ള രീതി നോക്കിയിട്ട് ഒരിക്കലും അവൻ്റെ കഴിവും അവൻ്റെ നല്ല നന്മകളൊന്നും തിരിച്ചറിയുന്നില്ല. ഷീ ഈസ് നോട്ട് റെഡി ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ആൻഡ് ഗുഡ് വെർച്യൂ. അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ, നന്മകൾ, അവൻ്റെ കഴിവുകളൊന്നും ജോബ് സ്മിത്ത് മനസ്സിലാക്കുന്നില്ല. ദ സ്റ്റോറി ഓഫ് ഹസൻ ഹാസ് പ്രൂവ്ഡ് ദാറ്റ്. ഇങ്ങനെ ഹസൻ്റെ ഈ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വി ക്യാൻ നെവർ ജഡ്ജ് എ മാൻ ബൈ ഹിസ് ലുക്ക്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ പുറമേയുള്ള ലുക്ക് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യരുത്. ദസ് ദി സ്റ്റോറി റിയലി എക്സ്പോസസ് ഹിപ്പോക്രൈറ്റ്സ് ലൈക്ക് മിസ് ജോബ് സ്മിത്ത്. അങ്ങനെയുള്ള വിമർശിക്കുന്ന ജോബ് സ്മിത്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. When many people in the ship were affected with the small pox. എന്താണ് ഹസൻ ചെയ്തത്? ഒരുപാട് ആൾക്കാർക്ക് സ്മോൾ പോക്സ് വന്നപ്പോൾ ഹസൻ ഷോഡ് നോ റിലക്റ്റൻസ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ദം. ഒരു മടിയും കൂടാതെയാണ് ഹസൻ അവരെ നോക്കിയത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മടി കാണിച്ചില്ല. ഹി സെർവ്ഡ് ദ പീപ്പിൾ നോട്ട് ഫോർ എനി എക്കണോമിക് പ്രോഫിറ്റ്. യാതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവൻ ഹെൽപ്പ് ചെയ്തത്. ഹി കൺസിഡേർഡ് ഇറ്റ് ആസ് ഹിസ് ഡ്യൂട്ടി ആസ് എ ഹ്യൂമൻ ബീയിങ് ടു സേവ് ദ പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഡേഞ്ചർ. അവൻ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഡേഞ്ചർ, ഒരു അപകടം വന്നാൽ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. ഹി ഡിഡ് നോട്ട് തിങ്ക് ഹി വുഡ് ഗെറ്റ് ദ സെയിം ഡിസീസസ്. എനിക്കും ഈ അസുഖം വരുമോ എന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചിട്ടില്ല. ഇറ്റ് വാസ് ഹീ ഹു ടുക്ക് ഇനീഷ്യേറ്റീവ്. അവനാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടത്. ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമിട്ടത്. ടു പ്രിപ്പയർ ഷെൽട്ടർ, ഒരു ആശ്രയം ഉണ്ടാക്കിയവൻ ഫോർ ദ പുവർ പേഷ്യൻസ് ഓൺ ദ ആഫ്റ്റർ ഡെക്ക്. മുകളിലുള്ള എല്ലാവർക്കും വേണ്ടി, പേഷ്യൻസിനൊക്കെ വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് ഹസനായിരുന്നു. ഹി വാസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഹി വാസ്. അവൻ എങ്ങനെയാണോ അതിൽ അവൻ ഒരുപാട് സന്തോഷവാനാണ്. ഹി വാസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. ഒരുപാട് പ്രൊമോഷൻ കിട്ടണം, പൈസ കിട്ടണം, അങ്ങനെ റിവാർഡുകളിലൊന്നും അവന് ഹോപ്പില്ല. അവനൊട്ടും അതൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. ഹി ഹാഡ് കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത് ആസ് ഹിസ് വെൽത്ത്. ധൈര്യമുണ്ട്, ആത്മവിശ്വാസം എല്ലാം ഉള്ള വ്യക്തിയാണ്. വി വിൽ ബി വണ്ടറിങ് വെൻ വി സീ ഹിം സൂയിങ് ദ ഷ്രൗഡ്സ് ഓഫ് ഡെഡ് പീപ്പിൾ. മരിച്ച ജനങ്ങളുടെ, മരിച്ച ജനങ്ങൾ അല്ലെങ്കിൽ
പേഷ്യൻസുകൾ, മരിച്ചുപോയ ആൾക്കാരുടെ ഷ്രൗഡ്സ് സ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അവരെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ ബോഡി സംസ്കരിക്കുക, അതാണ് സംഭവം. സ്യൂയിങ് ദ ഷ്രൗഡ്സ്, അതെല്ലാം അവനാണ് ചെയ്തത്. ഒരു മുസ്ലിമായിട്ടും അവൻ രാമായണം ചൊല്ലുന്നുണ്ട്. ഹി ഹിംസെൽഫ് റീഡ് അലൗഡ് എ ഷോർട്ട് പാസേജ് രാമായണ ബിഫോർ ദെയർ ബോഡീസ്, അവരുടെ ബോഡീസൊക്കെ കൊടുക്കുന്ന ഇങ്ങനെ കടലിലിടുന്നതിന് മുമ്പേ അവൻ രാമായണമൊക്കെ അതിൽ ചൊല്ലുന്നുണ്ട്. സോ ഇൻ ദ പ്രസൻറ്റ് വേൾഡ് വി ഓൾ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഫിറ്റ്സ് ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ്. നമ്മളെല്ലാവർക്കും ലാഭമാണ് വേണ്ടത്. ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എന്താ കിട്ടുക നമ്മൾ നോക്കും. സോ ഇറ്റ് ഈസ് അറ്റ് ദിസ് ജങ്ക്ചർ ഹസൻ സ്റ്റാൻഡ് ഡിഫറെൻറ്റ്. സോ ഈ ഒരു കാര്യത്തിൽ ഹസൻ ഡിഫറെൻ്റ് ആണ്. വി ഓൾ ആർ ഗെറ്റിംഗ് ബ്ലൈൻഡഡ് ബൈ ദ ഈവിൾസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ എല്ലാ ഈവിൾസും, തിന്മകളിലൊക്കെ നമ്മൾ ബ്ലൈൻഡാണ്. പല തെറ്റുകളും നമ്മൾ കാണുന്നു, പക്ഷെ നമ്മൾ ബ്ലൈൻഡിനെ പോലെ അഭിനയിക്കുന്നു. സോ ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഓപ്പൺ ഐസ് ഫ്രം സെൽഫിഷ്നെസ്. നമ്മൾ സ്വയം കാര്യമൊക്കെ മാറ്റി വെച്ച് കണ്ണ് തുറന്ന് നോക്കുക, തെറ്റുകളിലേക്ക് കണ്ണ് തുറന്ന് നോക്കുക, അത് മാറ്റാൻ നോക്കുക. Social promoters like Miss Job Smith failed to realize that it was Hassan who saved them from getting affected by smallpox. വേറെ ആർക്കും സ്മോൾ പോക്സ് വരാതെ, വേറെ ആരും എഫക്റ്റ് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്തത്, ജോബ് സ്മിത്തിന് പോലും വരാതെ ബാക്കിയുള്ള ഒരാൾക്കും ഇത് പകരാതെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഹസനാണെന്ന് അവരറിയുന്നില്ല. യെസ്, ദർ ആർ സോ മെനി ഫാഷനബിൾ പീപ്പിൾ. ഇതുപോലെ ഒരുപാട് ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്. ദേ വിൽ നെവർ ഡു എനിത്തിങ് ഫോർ ദ ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഈ സൊസൈറ്റിക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല. ദേ ആർ റിയലി ഹിപ്പോക്രൈറ്റ്സ് ഹൂ ഫെയിൽ ടു റിയലൈസ് എനി ഗുഡ് ഇൻ ദെയർ ഫെല്ലോ ബീങ്സ്. ലെറ്റ്സ് ബി സെൽഫ്ലെസ്. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വഭാവം മാറ്റിവെക്കാം. ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രീറ്റ് എവരി വൺ ഈക്വലി. എല്ലാവരും ഈക്വലായി ട്രീറ്റ് ചെയ്യുക. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. നല്ലൊരു സ്ഥലമായിട്ട്, ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിട്ട് നമുക്ക് മാറ്റാം. സ്ട്രൈവ് ടു ബി വെർച്വസ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു സ്പീച്ചാണ്. അപ്പോൾ ഹസനെ കുറിച്ച് വന്നിട്ടുണ്ട്, ജോബ് സ്മിത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സെറാങ് ഓഫ് റാണ ഗഞ്ചി എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, സെറാങ് ഓഫ് റാണ ഗഞ്ചി. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വേറെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. ഓരോ പാഠം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെറാങ് എന്ന് പറഞ്ഞ പാഠത്തിൽ എന്തൊക്കെ ചോദിക്കും അതെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം, നിങ്ങളത് ജോയിൻ ചെയ്ത് ആ വീഡിയോ കാണാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ ഹൗ ടെക്നോളജി ഹാസ് ചേഞ്ച്ഡ് ലൈഫ്സ് ഓഫ് മോഡേൺ പീപ്പിൾ. ഇതൊരു ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിളാണ് ഇത് വന്നിട്ടുള്ളത്. എന്തിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ? ഒരു ആർട്ടിക്കിൾ എഴുതണം. അപ്പോൾ നമ്മളൊരു സ്പീച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മൾ ഫസ്റ്റ് കണ്ട ടോപ്പിക് എന്തായിരുന്നു? ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് നമുക്കൊരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിളാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ടോപ്പിക്ക് ടെക്നോളജി. എങ്ങനെ നമുക്ക് ടെക്നോളജി ഇന്നത്തെ കാലത്ത് മോഡേൺ ആക്കി, ജനങ്ങളുടെ ലൈഫ് എങ്ങനെ ടെക്നോളജി മാറ്റിയതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു ടൈറ്റിൽ വേണം, എന്നിട്ട് ഒരു പാരഗ്രാഫ് വെച്ചിട്ട് എഴുതാം. സോ ആദ്യം മോഡേൺ ടെക്നോളജി ചേഞ്ചിങ് ലൈഫ് സ്റ്റൈലിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പുറമേ നിന്ന് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും തന്നിട്ട് നമുക്ക് ഇതുപോലെ ആർട്ടിക്കിൾ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ടെക്നോളജി ഹാസ് റിയലി ചേഞ്ച് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദി പീപ്പിൾ. എല്ലാ ആൾക്കാരെയും ലൈഫ് സ്റ്റൈലിൽ മാറ്റി. അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഹാസ് മെയ്ഡ് ട്രമെൻഡസ് ചേഞ്ചസ്. ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് ടു. ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്തെ എല്ലാ ആൾക്കാരുടെയും ലൈഫ് മൊത്തം മാറിയിട്ടുണ്ട്. ഇൻ ദിസ് പ്രസൻറ്റ് വേൾഡ് പീപ്പിൾ കാൻ ലീവ് വിത്തൗട്ട് ടെക്നോളജി. ടെക്നോളജിയാണ് ജീവിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് റിയലി ബിക്കം ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ടെക്നോളജി. നൗ ലെറ്റ് us see how technology control lifestyle of the people. എങ്ങനെ നമുക്ക് ഈ ടെക്നോളജിയുടെ പിന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വെൻ വി തിങ്ക് അബൌട്ട് ടെക്നോളജി ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ്, സ്വാധീനിക്കുന്നുണ്ട്. എന്തിനെ? ഹ്യൂമൻ ലൈഫ്സ് ബൈ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഫോൺ വിളി, സംസാരിക്കുക, ചാറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ആയി. ടുഡേ എനിബഡി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ പേഴ്സൺ ഹു ലീവ്സ് ഫാർ എവേ. എത്ര ദൂരെയുള്ള ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാം. ടെക്നോളജി ഹാസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എമംഗ് പീപ്പിൾ ലിവിങ് എനിവെയർ ഇൻ ദ വേൾഡ്. എവിടെ താമസിക്കുന്ന ആൾക്കാർക്കിടയിൽ ഒരു ബ്രിഡ്ജ്, ഒരു പാലം പോലെയാണ് ഇപ്പോൾ ടെക്നോളജി ഉള്ളത്. ഇറ്റ് ഹാസ് എൻകറേജ്ഡ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ സൊസൈറ്റി. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ വരുന്നുണ്ട്. ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ആർ സ്ട്രോങ്
ഫോഴ്സ് ബിഹൈൻഡ് സൊസൈറ്റൽ ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻ്റർനെറ്റ് ടെക്നോളജികളെല്ലാം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണ്. ടെക്നോളജി എക്സ്പാൻഡ് അവർ നോളജ്. നമ്മൾ അറിവും വിവരങ്ങളും എല്ലാം എക്സ്പാൻഡായി. ഇറ്റ് ഹെൽപ്പ് us to get more information. It has also helped in predicting environmental ഡിസാസ്റ്റർ. എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വേഗം അറിയാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അതെല്ലാം ടെക്നോളജി വന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇൽ എഫക്ട്സ് ഓഫ് ടെക്നോളജി. ഒപ്പം അതിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കണം. ഇറ്റ് മേക്ക് us such addicted and we lose sight of real incident happening in our world. ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അഡിക്റ്റായി. വി ഓൾവേസ് ലീവ് ഇൻ വെർച്വൽ വേൾഡ്. ഇറ്റ് മേക്ക് us സെൽഫിഷ് ആൻഡ് ലേസി. നമ്മളെ മടിയന്മാരാക്കി. ഇറ്റ് അപ്സെറ്റ് ദ ഫാമിലി റിലേഷൻഷിപ്പ്. ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നില്ല, ബന്ധങ്ങളില്ല, എല്ലാം ടെക്നോളജിയിലാണ്. So as a human being, it is our responsibility to leave mingling with other fellow beings. നമ്മൾ ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരായിട്ടൊന്ന് മിങ്കിൾ ആവണം. വി ഷുഡ് വർക്ക് ഫോർ ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. വി ഷുഡ് ഹാവ് കൺട്രോൾ ഓവർ ടെക്നോളജി ടു ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്. ലെറ്റ് us all build a healthy country by using technology in a wise manner. ബുദ്ധിപരമായിട്ട് ടെക്നോളജി ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കാം. ഗോഡെ മോപ്പസൻ ആൻഡ് ഹിസ് ഫെല്ലോ ട്രാവലേഴ്സ് ആർ ഇംപ്രസ്ഡ് ബൈ ദർ ജേർണി ഇൻ ലീഹോള. ലീഹോളയിൽ അവർ യാത്ര പോയി. ദ ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് ക്യാപ്റ്റൻ ജോയ്സ് എന്ന് പറയുന്ന ക്യാപ്റ്റനാണ് ഉണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിനോട് നന്ദി പറയുന്ന ഒരു സ്പീച്ചാണ്. മേക്കിംഗ് ദർ ജേർണി ഇൻ എ ഹോട്ട് എയർ ബലൂൺ എ മെമ്മറബിൾ വൺ. വളരെ ഓർത്തെടുക്കാൻ പറ്റുന്ന, എന്നും ഓർക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഡ്രാഫ്റ്റ് എ ഫെലിസിറ്റേഷൻ സ്പീച്ച്. ഫെലിസിറ്റേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നന്ദി പ്രസംഗം. ദാറ്റ് ഗോഡെ മോപ്പസൻ വുഡ് ഡെലിവർ ഓൺ ദ ഒക്കേഷൻ. അപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിൽ ഈ ക്യാപ്റ്റനോട് നന്ദി പറയുന്ന ഒരു സ്പീച്ച് എഴുതാനാണ്. ഇങ്ങനെ ഞങ്ങൾ യാത്ര കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടുവന്നു, അപ്പോൾ അങ്ങനെ നന്ദി പറയുന്ന ഒരു സ്പീച്ച്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ നടന്ന കാര്യങ്ങൾ ആരെങ്കിലും ഡയറി ചെയ്തേ നെരേറ്റ് ചെയ്യേ നടന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ വി ഹാവ് അസംബിൾഡ് ഹിയർ ടു ഫെലിസിറ്റേറ്റ്, നന്ദി പറയാനാണ്, ക്യാപ്റ്റൻ ജോയ്സ് ഫോർ ദ മേക്കിംഗ് അവർ ജേർണി ഇൻ ദ ഹോട്ട് എയർ ബലൂൺ ലാ ഹോള എ മെമ്മറബിൾ വൺ. ഇത്രയും മനോഹരമാക്കി മാറ്റിയത് നന്ദി പറയാനാണ് എന്നോട് വന്നിട്ടുള്ളത്. ഇൻഫാക്ട് ഐ വാസ് ബിറ്റ് സ്കെയേർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ്, ആസ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രിപ്പ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ആദ്യത്തെ യാത്രയാണ്. ബട്ട് ദ ട്രിപ്പ് ഓഫ് ലീഹോള എന്നാണ് വാസ് ഇൻഡീഡ് എ മെമ്മറബിൾ വൺ. എനിക്കത് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. ദ ടേക്ക് ഓഫ് വാസ് ക്വൈറ്റ് സ്മൂത്ത്. സ്റ്റാർട്ടിംഗ് ഒക്കെ വളരെ സ്മൂത്തായിരുന്നു. സോ വാസ് ലാൻഡിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഡ്യൂറിങ് ദ ട്രിപ്പ് വി കുഡ് സീ സച്ച് ഫൈൻ സൈറ്റ്സ്. നല്ല ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. ആൻഡ് ഹിയർ ഫൈൻ നല്ല ശബ്ദങ്ങളും കുറേ ദൃശ്യങ്ങളും ഞങ്ങൾ കണ്ടു. പാരീസ് ലുക്ക്ഡ് ബ്യൂട്ടിഫുൾ ഫ്രം ദ സ്കൈ. പാരീസിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. സിറ്റി ലുക്ക് ദ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്. നീല കളറുള്ള ചെറിയ ചെറിയ പാച്ചായിട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നത് ഈ ലോകം. കട്ട് ബൈ സ്ട്രീറ്റ്, ഡോംസ്, ടവർ, സ്റ്റീപ്പിൾ, ഇതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. ദ എർത്ത് ലുക്ക്ഡ് ലൈക്ക് എ കളേർഡ് മാപ്പ്. നല്ല കുറേ പല കളറുകളുള്ളൊരു മാപ്പ് പോലെ ഞങ്ങൾക്ക് തോന്നിയത് ഭൂമി കാണാൻ. ബട്ട് ദ നോയ്സസ് മെയ്ഡ് ദർ കുഡ് ബി ഹേർഡ് ദ സൗണ്ട് ഓഫ് വീൽ റോളിംഗ് ഓൺ ദ സ്ട്രീറ്റ്. ഞങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റി? റോളിംഗ്, വാഹനങ്ങളുടെ ഒക്കെ ചക്രത്തിൻ്റെ ശബ്ദങ്ങൾ, സ്നാപ്പ് ഓഫ് ദ വിപ്പ്, ദ ഷോഫ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ്, റോളിംഗ് ആൻഡ് വിസിലിംഗ് ഓഫ് ട്രെയിൻ, ആൻഡ് ദ ലോഫർ ഓഫ് ദ ബോയ്, ക്രൈ ഓഫ് ദ ക്വെയിൽ, മ്യൂയിങ് ഓഫ് ക്യാറ്റ്. അതായത് കുറച്ചൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക, എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിലും. പൂച്ചയുടെ ശബ്ദങ്ങൾ, ക്വെയിലിൻ്റെ കരച്ചിൽ, കുട്ടികളുടെ ചിരി, കരച്ചിൽ, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. ട്രെയിനിൻ്റെ വിസിലും റോളിങ്ങും എല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. And barking of dogs and lowing of cattle. On the whole, I should say that it was the most enjoyable and exciting trip I ever had in my life. Thank you, Captain Joyce. Thank you very much. You are really a captain. You are a real captain. ചെറിയൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പഠിച്ചു വയ്ക്കുക, നന്നായി വായിക്കുക. നിങ്ങൾക്കിതിപ്പോൾ കാണാതെ പഠിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ
ഈ ഓരോ ചോദ്യങ്ങളും നന്നായി വായിച്ച് വിടുക കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ ഇതിൻ്റെ നോട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം, അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. യുവർ ഫ്രണ്ട് ഈസ് ഗോയിങ് ടു വിസിറ്റ് നമുവാന വില്ലേജ് എൻ എ കടാവ് ഐലാൻഡ് ടു സീ ദ റിച്വൽ ഓഫ് ടേർട്ടിൽ കോളിംഗ്. നിങ്ങളെ ഫ്രണ്ട് അവിടേക്ക് പോകും. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം, കാരണം നമ്മൾ ഓൾറെഡി സേക്രഡ് ടേർട്ടിൽസ് ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്കത് ലാസ്റ്റ് പറയാം കേട്ടോ. Prepare a write-up on the helplessness of a man as portrayed in the poem Death the Leveller. Death the Leveller എന്ന് പറഞ്ഞ പോയത്തിൻ്റെ അപ്രിസിയേഷൻ മസ്റ്റായിട്ടും എല്ലാവരും പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഞാൻ ഓൾറെഡി അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വാട്സപ്പിൽ കൊടുക്കാം. സോ ഇവിടെ അതിനെക്കുറിച്ച് എഴുതാൻ, മനുഷ്യൻ്റെ ഹെൽപ്ലെസ്നെസ്, മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനെക്കുറിച്ചിട്ടാണ് ഈ പോയത്തിൽ പറയുന്നത്. അതൊന്നും എഴുതാനാണ്. ചെറിയൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി ടീച്ചേഴ്സ് എ ഗുഡ് ലെസൺ. ഇറ്റ് സേസ് ദാറ്റ്, നല്ലൊരു പാഠം, നല്ലൊരു മെസ്സേജ് നമുക്ക് തരികയാണ്. ഇറ്റ് സേസ് ദാറ്റ് അവർ earthly glory are mere shadows. നമ്മൾ ഈ എർത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ സന്തോഷങ്ങളും ഷാഡോ ആണ്, നിഴൽ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും സന്തോഷങ്ങൾ ഇല്ലാണ്ടാവാം. ഓക്കെ, സോ ദർ ഈസ് നോ ഷീൽഡ് എഗെയിൻസ്റ്റ് ഫേറ്റ്. വിധിക്കെതിരെ, ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധിയാണ്, വിധിക്കെതിരെ നമുക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. ദർ ഇസ് നോ ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷൻ നമുക്കില്ല. ഈവൻ ദ മൈറ്റസ്റ്റ് വിൽ ബി ലെവൽഡ് വിത്ത് ദ പുവറസ്റ്റ് ഡെത്ത്. ഏറ്റവും ശക്തി ആയ ആൾ പോലും മരണത്തിനോട് നേരിടണം. സം മേ മേക്ക് ബിഗ് കോൺക്വസ്റ്റ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് നേടിയെടുക്കും. കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കീഴടക്കും. ദെയർ സ്ട്രോങ് നെർവ് ഫൈനലി ബിക്കം വീക്ക്. എത്ര ശക്തിയുള്ള ആളാണെങ്കിലും എന്തൊക്കെ കീഴടക്കിയാലും അവരൊരിക്കൽ കീഴടങ്ങണം, അതായത് വീക്കാവും. ദേ ഓൾസോ ഡൈ ലൈക്ക് ദ പുവറസ്റ്റ് ഓഫ് പുവർ. അവരും പാവത്തിൽ പാവം, അല്ലെങ്കിൽ പാവങ്ങളിൽ പാവം. എത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിലും അയാൾ മരിക്കുമ്പോൾ പാവല്ലേ എന്നാണ് നമ്മൾ പറയുക. സോ എല്ലാവരും ഒരു പുവറസ്റ്റ് ഓഫ് പുവർ ആയിട്ടാണ് മരിക്കുക. സോ വി ഷുഡ് നോട്ട് ബോസ്റ്റ് അബൌട്ട് അവർ ഹീറോയിക് ആക്ഷൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത കാര്യം, ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബോസ്റ്റ് ചെയ്യരുത്, നമ്മൾ അഹങ്കരിക്കരുത്. ഓൺ ദ ആൾട്ടർ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ആ പരവതാനിയിൽ, ആൾട്ടർ ഓഫ് ഡെത്തിലെ വിക്ടർ ആൻഡ് ദ വാൻക്വിഷ്ഡ് ആർ ഈക്വൽ. വിക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച ആളും, വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട ആളും. വിക്ടർ ആൻഡ് വാൻക്വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച ആളും പരാജയപ്പെട്ട ആളും മരണത്തിന് തുല്യമാണ്. However big or great you are, your head must come to the cold tomb. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് ആ മരണത്തിൻ്റെ തണുത്ത കയ്യിൽ അകപ്പെടണം. ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് ദ പീപ്പിൾ വിൽ റിമെമ്പേർഡ് ബൈ പോസ്റ്റെറിറ്റി. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്ത ഗുഡ് ആക്ഷൻസ് മാത്രമേ ഈ ലോകത്ത് ഓർത്ത് നിൽക്കുള്ളൂ. ആ ആളെന്നെ സഹായിച്ചിട്ടുണ്ട്, ഈ ആൾ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ലത് ഈ ലോകത്തിന് ചെയ്തോ അതെല്ലാം ഈ ലോകത്ത് നിലനിൽക്കും. അത് മാത്രമേ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. All king, clowns, scholar and illiterate, rich, poor, the beautiful, the ugly, ഇവരെല്ലാവരും, രാജാവും ഭടന്മാരും പാവപ്പെട്ട ആൾ, പണക്കാർ, ഭംഗിയുള്ള ആൾ, ഭംഗിയില്ലാത്ത ആൾ, എല്ലാവരും അവസാനം പൊടിയായിട്ട് മാറുള്ളതാണ്. We should know that we all are children of God. We all go back to the same dust from which we came. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. എല്ലാത്തിനും ഈക്വൽ ആക്കുന്ന ഒരു ലെവലറാണ് മരണം. സോ ഡെത്ത് ദ ലെവലറിൻ്റെ അപ്രിസിയേഷൻസ്, അതുപോലെ പേഴ്സോണിഫിക്കേഷൻ, സിമ്പിൾസ്, അങ്ങനെ ഫിഗർ ഓഫ് സ്പീച്ചുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ മറക്കണ്ട. ഒരു പോയിന്റ് തന്നിട്ട് എങ്ങനെയാണ് ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കുക എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ബോയ് ഹൂ റേസ് ദ ക്വസ്റ്റ്യൻ ഇൻ I will fly, 7 അല്ല I will fly എന്നാണ്. ഡിസ്കവർ എ ന്യൂ പാർട്ട് ഇൻ ലൈഫ് ആഫ്റ്റർ ഹിസ് എൻകൗണ്ടർ വിത്ത് APJ അബ്ദുൽ കലാമിനോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കുട്ടി ചോദ്യം ചോദിച്ചു, എനിക്ക് ഭയങ്കര പേടിയാണ്, ക്ലാസ്സിൽ ഞാൻ സംസാരിക്കാറില്ല, അങ്ങനെ ഒരു കുട്ടി ചോദ്യം ചോദിച്ചു, എങ്ങനെ കോൺഫിഡൻ്റ് ആവാന്നുള്ളത്. സോ അവൻ്റെ ലെറ്റർ, ഞാൻ APJ അബ്ദുൽ കലാമിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്കിങ്ങനെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ലെറ്ററാണ് ഇത്. ഡ്രാഫ്റ്റ് ദ ലെറ്റർ ഫോർ ദ ബോയ്, അതായത്
അതായത് കലാമിൻ്റെ വേർഡ്സുകൾ അവൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നവൻ അവൻ്റെ ഫ്രണ്ടിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ അഡ്രസ്സ് കൊടുക്കുക, ഫ്രം അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ്, ഡിയറസ്റ്റ് ആഷിഖ്, ഒരു പേര് എഴുതിക്കോ. ഐ ഗോട്ട് യു എ ലെറ്റർ, ഗുഡ് ടു നോ ദാറ്റ് യു ഗോട്ട് ഹൈ മാർക്സ് ഓൺ യുവർ SSLC, കൺഗ്രാറ്റ്സ്. I am writing this letter to tell you how I was impressed with the advice of Dr. APJ Abdul Kalam gave the boy who asked him a question. അതായത് ഇതങ്ങനെയല്ല, ആ ഒരു സംഭവം, ആ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അദ്ദേഹം ഉത്തരം പറയുന്നു. അപ്പോൾ അത് കണ്ട് അത് വിറ്റ്നസ് ചെയ്ത് ഒരാൾ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇന്ന കുട്ടീൻ്റെ ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ദ ബോയ് സെഡ് ഹി വാസ് വെരി ടിമിഡ് ആൻഡ് ഹി ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. വളരെ നല്ല നാണം കൂടി നമ്മൾ പറയില്ലേ, വളരെ ഷൈയാണ്, ധൈര്യമില്ല, ടീച്ചേഴ്സിനോ ക്ലാസ്മേറ്റ്സിനോടോ ഒന്നും അവൻ സംസാരിക്കാൻ അടക്കം ഭയങ്കര പേടിയാണ്. ഹിസ് അംബിഷൻ വാസ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. ഹി വാണ്ടഡ് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവണം. ഹി വാണ്ടഡ് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ഹി വാണ്ടഡ് ടു നോ ഇഫ് all this would be possible. ഇതെല്ലാം നടക്കുമെന്ന് അവൻ APJ അബ്ദുൽ കലാമിനോട് ചോദിച്ചു. ഡോക്ടർ കലാം റിസൈറ്റഡ് എ സ്മോൾ പോയം. കലാം ഒരു പോയമാണ് അവനക്ക് പറഞ്ഞു കൊടുത്തത്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഗുഡ്നെസ്, ട്രസ്റ്റ്, ഐഡിയ, ഡ്രീം, ഗ്രേറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്. I am born with wings, so I am not meant for crawling. I have wing and so I will fly. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ജനിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും കോൺഫിഡൻസും പൊട്ടൻഷ്യലും എല്ലാം ഉണ്ട്. നമ്മൾ ഒരിക്കലും അപ്പോൾ എഴയേണ്ട ആവശ്യമില്ല. ഐ എം നോട്ട് മെൻറ്റ് ഫോർ ക്രോളിങ്. നമുക്ക് ചിറകുകളുണ്ട്, വി കുഡ് ഫ്ലൈ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. So Dr. Kalam further told me, the boy, that each one of us is unique. You are you. The world tried to make you somebody else. നിങ്ങളായി മാറുക, നിങ്ങൾ മറ്റൊരാളാവേണ്ട ആവശ്യമില്ല. Your teachers and parents will point out, some people say, be like him. ടീച്ചേഴ്സും പാരൻസൊക്കെ പറയും അവനെപ്പോലെ ആകുക, ഇവനെപ്പോലെ ആവുമെന്ന് പറയും. ബട്ട് യു ഷുഡ് ബി യു ബിക്കോസ് യു ആർ യുണീക്ക്. ആഷിഖ്, ഐ ഹാവ് ഡിസൈഡ് ടു ബി യുണീക്ക്. ഞാനും യുണീക്ക് ആവാൻ തീരുമാനിച്ചു, നീയും അങ്ങനെ ആവാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നന്നായി വായിച്ചു വിടുക, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് പ്രൈസ് ഓഫ് ഫ്ലവറിലെ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു കഥയാണ് പ്രൈസ് ഓഫ് ഫ്ലവർ. ആരാണ് എഴുതിയത്, അതിൽ യങ് ഗേളിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. വളരെ നീണ്ടുപോകും. എല്ലാവർക്കും പ്രൈസ് ഓഫ് ഫ്ലവറൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പ്രൈസ് ഓഫ് ഫ്ലവറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രൈസ് ഓഫ് ഫ്ലവറിൻ്റെ റിവ്യൂ നമുക്ക് ചോദിക്കാം. അതുപോലെ മാഗിയുടെ കാറ്റർ സ്കെച്ച് ചോദിക്കാം. പ്രൈസ് ഓഫ് ഫ്ലവറിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗുപ്തയുടെ കാറ്റർ സ്കെച്ച്, മാഗിയുടെ കാറ്റർ സ്കെച്ച്, അതിൽ ചോദിക്കാവുന്ന ലെറ്റർ, ഇമെയിൽ, കോൺവെർസേഷൻ എല്ലാം അടങ്ങി പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാം. അതേപോലെ ഈ ചോദ്യം ആ പാഠത്തിനെ കുറിച്ചിട്ടാണ്. അതിൽ മാഗീനെ കുറിച്ചും ഗുപ്തേനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിക്കുന്നവളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാഗി റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന പുവർ ഗേളാണ്. അതേപോലെ ഗുപ്തേനെ കാണുന്നു, ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഈ പാഠത്തിനെ കുറിച്ചിട്ട് ഒന്ന് റിവ്യൂ ചെയ്താനാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രൈസ് ഓഫ് ഫ്ലവറിൻ്റെ റിവ്യൂ വന്നു, പിന്നെ ഐ വിൽ ഫ്ലൈയുടെ ഒരു ലെറ്റർ വന്നു, പിന്നെ ഡെത്ത് ദ ലെവലറിലെ ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ നമുവാന വില്ലേജിലൊരു ചോദ്യം, പിന്നെ ലിഹോല എന്ന് പറയുന്ന ബലൂൺ യാത്രയെക്കുറിച്ച്, ടെക്നോളജിയെക്കുറിച്ച്, ഹസനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഒരുപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു 8-9 വീഡിയോസ്. അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പോയത്തിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കുന്നതും ക്യാരക്ടർ സ്കെച്ചുകളും, അതുപോലെ പുറമേ ഏത് പോയം വന്നാലും എങ്ങനെയാണ് അപ്രിസിയേഷൻ ചെയ്താൽ എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. എല്ലാവരും അത് കാണാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നോട്ട്സും എല്ലാം അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.